വീട്ടുമുറ്റത്തെ പൂന്തോട്ടത്തിൽ പച്ചക്കറി കൃഷി ചെയ്ത് 100 മേനി വിളയിച്ചു ഒരു ഡോക്ടർ. ചാത്തമംഗലം പഞ്ചായത്തിലെ മലയമ്മ സ്വദേശിയായ ഡോക്ടർ ഗോപിനാഥാണ് JCI മുക്കം മൈത്രിയുടെ ജൈവ പച്ചക്കറി പദ്ധതിയുടെ ഭാഗമായി ചെയ്ത പച്ചക്കറി കൃഷിയിൽ 100 മേനി വിളയിച്ചത്. പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം മുൻ MLA UC രാമൻ നിർവഹിച്ചു. JCI മുക്കം മൈത്രിയുടെ ജൈവ പച്ചക്കറി പദ്ധതിയുടെ ഭാഗമായി വീട്ടുമുറ്റത്തെ പൂന്തോട്ടത്തിൽ ചെയ്ത പച്ചക്കറി കൃഷിയിലാണ് ചാത്തമംഗലം പഞ്ചായത്തിലെ മലയമ്മ സ്വദേശി ഡോക്ടർ ഗോപിനാഥ് 100 മേനി വിളയിച്ചത്. പയർ, വെണ്ട, കയ്പ, തക്കാളി, പച്ചമുളക്, ചുരങ്ങ, ചീര തുടങ്ങി 15ഓളം ഇനം പച്ചക്കറികളാണ് ഗോപിനാഥ് തന്റെ വീട്ടുമുറ്റത്തെ പൂന്തോട്ടത്തിൽ കൃഷി ചെയ്തത്. പൂന്തോട്ടത്തിലെ ചെടികളെല്ലാം മാറ്റി പുതിയ പൂന്തോട്ടമൊരുക്കാൻ ഒരുങ്ങുമ്പോഴാണ് JCI മുക്കം മൈത്രിയുടെ മുൻ പ്രസിഡന്റ് കൂടിയായ ഡോക്ടർ ഗോപിനാഥ് JCI മുക്കം മൈത്രി 2025 അംഗങ്ങളുടെ വീട്ടിൽ നടപ്പാക്കുന്ന ജൈവ പച്ചക്കറി കൃഷിയുടെ ഭാഗമായുള്ള ക്ലാസ്സിൽ പങ്കെടുത്തത്. ആ ക്ലാസ്സാണ് തന്നെ കൃഷി ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്ന് ഗോപിനാഥ് പറഞ്ഞു. ഇവിടെ ഞാൻ 12 തരം പച്ചക്കറി കൃഷി ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ എല്ലാ അടുക്കളത്തോട്ടം ഉണ്ടാക്കാറ്. അടുക്കളത്തോട്ടത്തിന് പകരം എൻ്റെ പൂന്തോട്ടത്തിൽ ആ തോട്ടം ഉണ്ടാക്കിയിട്ടാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. ഇത് തുടങ്ങാനുള്ള പ്രേരണ കിട്ടിയിരിക്കുന്നത് മുക്കം JCI മൈത്രി JCI 31 വർഷം പഴക്കമുള്ള JCIയിൽ നിന്നുള്ള അവിടുത്തെ ഒരു ക്ലാസിൻ്റെ പേരിലാണ് തുടങ്ങാൻ കാരണം. ഞാൻ അവിടുത്തെ പാസ്റ്റ് പ്രസിഡൻ്റായിരുന്നു. അവിടെ മുക്കം JCIയുടെ നല്ല പ്രവർത്തകരുള്ള അവരുടെ ക്ലാസിൻ്റെ പേരിലാണ് ഞാൻ തുടങ്ങാനുള്ള കാരണം. അപ്പോൾ അവരെ മോട്ടിവേഷൻ ശരിക്കും നമുക്കൊരു ഉത്തേജകമായി. അപ്പോൾ നമ്മൾ തുടങ്ങിയിരിക്കുന്നത് ജൈവ കൃഷിയിലൂടെ ഇവിടെ ഏറ്റവും കൂടുതൽ അസുഖങ്ങളുണ്ടാകുന്നത് ഒരു പച്ചക്കറി ഉള്ള വിഷലിപ്തമായ പച്ചക്കറി, ഫാസ്റ്റ് ഫുഡ്. ഇത് 2 കാരണം കൊണ്ട് ശരിക്കും ഏറ്റവും കൂടുതൽ രോഗാതുരത വരുന്നത് കേരളത്തിൽ. ആ രോഗത്തിൻ്റെ അവസ്ഥ തടയാൻ ഞാനൊരു മെഡിക്കൽ പ്രൊഫഷണൽ ഡോക്ടർ എന്ന നിലയ്ക്ക് നമുക്കതിൻ്റെ ഹൈലൈറ്റ് ചെയ്യാനുള്ള പറ്റിയ പോയിന്റ് ഇതാണ്. എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അസുഖം ഉണ്ടാക്കുന്ന നമ്മൾ പച്ചക്കറി, അത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറി അല്ലെങ്കിൽ കർണാടകയിൽ നിന്ന് പച്ചക്കറി, അതിലൊക്കെ 100% വിഷങ്ങളാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ പൂന്തോട്ടത്തിൽ തന്നെ നമ്മൾ ഈ സംഭവങ്ങൾ കൃഷി ചെയ്യാനുള്ള നമുക്ക് ഓരോ each and every person ഓരോ വ്യക്തിക്കും ചെയ്യാൻ പറ്റുന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രമാണ് JCIയുടെ കേന്ദ്രത്തിൽ ഞാൻ തുടങ്ങാനുള്ള കാരണം. അരീക്കോട് ഹോമിയോ ക്ലിനിക് നടത്തുന്ന തനിക്ക് കൃഷിക്കാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയത് തന്റെ അടുത്ത് സ്ഥിരമായി ചികിത്സയ്ക്ക് വരുന്ന കർഷകരായ ആളുകളാണെന്നും പച്ചക്കറി കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന വിളവ് തന്റെ വീട്ടിലെ ആവശ്യങ്ങൾക്കെടുത്തതിന്റെ ബാക്കി അയൽവാസികൾക്കും ബന്ധുക്കൾക്കും നൽകാറാണ് പതിവെന്നും ഡോക്ടർ പറഞ്ഞു. 2025 കാലയളവിൽ JCI മുക്കം മൈത്രി വിഷരഹിത പച്ചക്കറി എന്നൊരാശയവുമായി മുന്നോട്ട് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എല്ലാ അംഗങ്ങളുടെയും മുറ്റത്ത് ഒരു അടുക്കളത്തോട്ടം പോലെ കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഞങ്ങളൊരു ക്ലാസ് സംഘടിപ്പിക്കുകയുണ്ടായി. ഞങ്ങളുടെ പാസ്റ്റ് പ്രസിഡൻ്റായിട്ടുള്ള ഡോക്ടർ ഗോപിനാഥ് അദ്ദേഹത്തിൻ്റെ മുറ്റത്ത് പൂന്തോട്ടത്തിലാണ് ഇപ്രാവശ്യം അദ്ദേഹം പച്ചക്കറി കൃഷി ചെയ്തിട്ടുള്ളത്. അതും നല്ലൊരു വിളവെടുപ്പിലൂടെയാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ പച്ചക്കറികൾ ഉപയോഗിച്ച് ആളുകൾ നിരന്തരം അസുഖബാധിതരാകുന്നത് മനസ്സിലാക്കിക്കൊണ്ട് തിരക്കിനിടയിൽ നിന്നും ഡോക്ടർ ഇതിന് സമയം കണ്ടെത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കൃഷി ചെയ്തിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങൾക്ക് സമയമില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന സമയത്തും ഡോക്ടർ പ്രാക്ടീസിൻ്റെ ഇടയിലും തിരക്കിനിടയിലും ഇത്തരത്തിൽ കൃഷിയിലേക്ക് ഇറങ്ങിയത് എല്ലാവർക്കും ഒരു മാതൃകാപരമായ കാര്യമായിട്ടാണ് ഉള്ളത്. കീടനാശിനികളും രാസവളങ്ങളും ഇല്ലാത്ത പച്ചക്കറി സ്വന്തം വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ JCI മുക്കം മൈത്രി നടപ്പാക്കിയ ജൈവ പച്ചക്കറി കൃഷി പദ്ധതി ഏറ്റെടുത്ത് നടപ്പാക്കിയ ഡോക്ടർ ഗോപിനാഥിന്റെ പച്ചക്കറി തോട്ടം മാതൃകാപരമാണെന്ന് JCI മുക്കം മൈത്രി പ്രസിഡന്റ് റിയാസ് അരിമ്പ്ര പറഞ്ഞു. പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം മുൻ MLA UC രാമൻ നിർവഹിച്ചു. CTV പ്രാദേശിക വാർത്ത മുക്കം.